ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശുംഭരൻ. പ്രതിരോധ വ്യാവസായിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും ജർമ്മനിയും ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലൂടെ പോൾ തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച ചിത്രം, തിരക്കഥ, ഹാസ്യതാരം, സഹനടി എന്നീ പുരസ്കാരങ്ങളും ഈ ചിത്രം നേടി. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര നിർണയത്തിൽ ഇത്തവണ ആദ്യമായി പോഡ്കാസ്റ്റുകളും പരിഗണിച്ചിരുന്നു. ആമി പോയിലറുടെ ഗുഡ് ഹാങ് മികച്ച പോഡ്കാസ്റ്റ് വിഭാഗത്തിലെ പുരസ്കാരം സ്വന്തമാക്കി. ഇന്ന് ദേശീയ യുവജന ദിനം. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സ്വാമി വിവേകാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ യുവജന ദിന പ്രമേയം. ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ഇന്ന് സമാപനമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. യുവ പ്രവാസി പ്രതിനിധികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഏകദേശം 3000 യുവാക്കളുമായി അദ്ദേഹം സംവദിക്കും. കേരളത്തിൽ നിന്ന് 60 അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള 10 പ്രമേയാധിഷ്ഠിത അവതരണങ്ങൾ യുവാക്കൾ അവതരിപ്പിക്കും. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 ഉപന്യാസ സമാഹാരം പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. ഈ മാസം 9 ആരംഭിച്ച യങ് ലീഡേഴ്സ് ഡയലോഗ് 2ാം പതിപ്പിൽ വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്തുടനീളമുള്ള 50 ലക്ഷത്തിലധികം യുവാക്കൾ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കാനിടയായ കേസിൽ TVK മേധാവിയും നടനുമായ വിജയ് ന്യൂഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർട്ടി സംഘടിപ്പിച്ച സമ്മേളനത്തിനിടെയാണ് അപകടമുണ്ടായത്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-N1 ISRO വിക്ഷേപിച്ചു. വിക്ഷേപണത്തിൽ കണ്ടെത്തിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശകലനം നടത്തുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് ഇന്ന് രാവിലെ 10:17 വിക്ഷേപണം. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥിയായി പങ്കെടുക്കാൻ ISROയിലെ മലയാളി ശാസ്ത്രജ്ഞന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ക്ഷണം. തിരുവനന്തപുരം തുമ്പ VSSCയിൽ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിന്റെ പ്രൊജക്ട് ഡയറക്ടറായ പേരൂർക്കട സ്വദേശി N. ജയനാണ് ഈ അവസരം ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം കഴിഞ്ഞ മാസം രാഷ്ട്രപതിയിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കുന്ന 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്ത് 35.39%, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡിൽ 56%, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറിൽ 42.77% നിലവിലെ പോളിംഗ്. വോട്ടെണ്ണൽ നാളെ നടക്കും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceokerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കേരളത്തിന് അർഹമായ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ എത്രയും വേഗം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസന റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കേണ്ടതിന് പകരം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.